പൊള്ളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സ്ഥലം, വേറെ ലെവല്. തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ്. പക്ഷേങ്കിൽ അപ്പം നമ്മളിപ്പം പോകുന്നത് നേരെ കൊട്ടത്തലച്ചി മലയിലേക്കാണ് കേട്ടോ. അപ്പം പോകുന്ന റോഡ് ഇതാ കേട്ടോ. അപ്പം നമ്മൾ വണ്ടി താഴെ വെച്ചു. ഈ താഴെ വരെ ടാറിട്ട് റോഡുള്ളൂ. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. 2 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കാനല്ല, ഈ കൊട്ടത്തലച്ചി മലയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല കട്ട് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട് റോഡാണ് കേട്ടോ. അടിപൊളി കട്ട് റോഡ് കണ്ടോ. കൊട്ടത്തലച്ചി മല, കൊട്ടത്തലച്ചി വരെ നമുക്ക് വണ്ടി കൊണ്ട് വരാം. പിന്നെ ഇങ്ങോട്ടുള്ള വഴി അത്ര വലിയ കോണമുള്ള വഴിയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നടക്കണം. നല്ല കട്ട് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട് റോഡാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വയനാട് ട്രിപ്പ് ഒരു 2 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ്, അത് റിപ്പയർ ചെയ്യണം. അതുകൊണ്ട് ഓക്കെ, 2 ദിവസത്തേക്ക് മാറ്റി വെച്ചതാണ്, ക്യാൻസൽ ചെയ്തിരുന്നില്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് വീഡിയോസ് എടുക്കുന്നില്ല അല്ലടി. ഇതിൽ ജീപ്പ് കയറിപ്പോകും കേട്ടോ. ഇപ്പോൾ കൊട്ടത്തലച്ചി മലയിലേക്ക് ജീപ്പ് കൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജീപ്പ് കയറിപ്പോവും. ജീപ്പ് കയറിപ്പോകുന്നേ കുഴപ്പമൊന്നുമില്ല. ജീപ്പ് സുഖമായിട്ട് കയറിപ്പോവും. ഇതിലെ ജീപ്പ് ഓൾറെഡി കയറി പോയിട്ടുമുണ്ട്. അപ്പം നമ്മൾ നടന്ന് പകുതി എത്തി കേട്ടോ. പകുതി മഴ തൂളുന്നുണ്ട്. നമ്മൾ പകുതിക്കെത്തി. ഇവിടെ എത്തിക്കഴിയുമ്പം ഇവിടെ ഒരു കുരിശ് കാണാം. കുരിശ്. അപ്പോൾ ഈ കുരിശ് നിങ്ങൾ നടന്നു വരുന്നവർ ഈ കുരിശ് കണ്ടാൽ അപ്പം മനസ്സിലാക്കുക വഴി കറക്റ്റാണെന്നുള്ളത്. ഒരു വഴി സൈഡിലാണ് കേട്ടോ. വന്നറോടെ ഒരാൾ പുറം തിരിഞ്ഞ് നിൽക്കുക. കുറേ കയറിപ്പോണ്ട്. അതെ അല്ലേ. നിങ്ങളെവിടെ നിൽക്കുക? കണ്ണൂർ ചെറുകുന്ന. എങ്ങനെയുണ്ട് മോളിൽ പോയിട്ട്? വേറെ ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങോട്ട്? അല്ല വേറെ അവിടെ ആരുമില്ല? അതെ അല്ലേ. നമ്മളെന്നാ പോയി നോക്കട്ടെ എന്നാലും. കിടിലം വ്യൂ അല്ലടാ. കുറേന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ? എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്നാ? ഇവിടുന്ന് ഇനിയാ? ടോപ്പിലെ വ്യൂ എങ്ങനെയുണ്ട്? നേരെ പോയാൽ മതി. ചെയ്യാനുണ്ടോ? താഴെയാ? ഓക്കെ. എന്നിട്ട് അതെ അല്ലേ. ഇനിയും കുരിശുണ്ട്.
കാമ്പ് ഇതുണ്ടോ, ഇത് ഈ സാധനം ഇങ്ങനെ പറിക്കുക. എന്നിട്ട് ഈ കിളുന്നത് ഇത് കണ്ടോ, ഇത് നല്ല നല്ല ഔഷധമാണ്. മടുപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറിച്ച് തിന്നാൽ മതി. കിളുന്നത് എന്താ ഇത്. ഞങ്ങൾ കൊട്ടത്തലച്ചി മലയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട വ്യൂ കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാവോ എടി? അപ്പം നമ്മൾ കൊട്ടത്തലച്ചി മലയിലേക്കുള്ള വഴിയിലൂടെ കയറുകയാണ് കേട്ടോ. കയറാൻ തുടങ്ങുക വഴി. കുറേ നടന്നതിന് ശേഷം കേട്ടോ, എന്താ കുറേ നടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ. ഇതുണ്ടോ, കുറേ നടന്നതിന് ശേഷം, ഒരുപാട് നടന്നു. അപ്പം നമ്മൾ ഈ മല കയറാൻ പോവാ കേട്ടോ. എൻ്റെ അമ്മോ, ഇതുവരെ 1.5 കയറ്റമാണല്ലോടി. മടുത്ത് ചത്ത്. എന്തോരം നടന്നല്ലേ. അയ്യോ, ഇത് കയറി പോകണം അതിൻ്റെ ടോപ്പിൽ എത്തണമെങ്കിൽ. മടുത്ത് ചത്ത് കേട്ടോ. ഉയ്യോ, ഒരുപാട് കയറാനുണ്ട്, ഒരുപാട്. നമ്മളിപ്പോൾ പകുതി എത്തി കേട്ടോ, പകുതി. ഇനി പകുതിയും കൂടെ കയറാനുള്ളത്. മടുത്ത് ഒരു രക്ഷയില്ല. കൊട്ടത്തലച്ചി മലയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുടിവെള്ളം, പിന്നെ എന്തെങ്കിലും കുറിക്കാൻ എന്തെങ്കിലും സ്നാക്സും കൊണ്ടെടുത്തോ. ഓക്കെ, ചില്ല. മടുത്ത്. ഞങ്ങളങ്ങനെ ടോപ്പിലെത്താറായി കേട്ടോ. ടോപ്പിലെത്തിയിട്ട് ഫുൾ വ്യൂ ആണ്. ആലക്കോട് ടൗണ് ഫുള്ള് കാണാം. ആലക്കോട് മാത്രമല്ല, ഇത് കണ്ണൂർ ഫുള്ള് കാണാൻ എനിക്ക് തോന്നുന്നത്. അമ്മാതിരി ഹൈറ്റിലാണ് ഉള്ളത്. എൻ്റെ അമ്മോ, നമ്മളങ്ങനെ കൊട്ടത്തലച്ചി മലയുടെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിൻറ്റിൽ നമ്മൾ എത്താൻ പോകാം കേട്ടോ. എത്താറായി. നമ്മൾ നടന്നു വന്ന വഴികൾ കാണാനും പറ്റത്തില്ല. അതുകൊണ്ടോ ഫുൾ വ്യൂ ആട്ടോ. കണ്ണൂർ ജില്ലയുടെ ഫുള്ള് വ്യൂ. അങ്ങോട്ട് നോക്കിയേ, എൻ്റെ അമ്മോ, എന്നാ വ്യൂ നോക്കിയേ. ഫുൾ വ്യൂ ആട്ടോ, ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ വ്യൂ. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാൻ പോകട്ടോ. പക്ഷെ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിസ്ക് പിടിച്ച വഴികളാണ്. കൊട്ടത്തലച്ചി മല ഇതിൻ്റെ ടോപ്പിൽ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുരിശിൻ്റെ വഴി നടത്തുന്നത്. അപ്പം കുരിശിൻ്റെ വഴി അവസാനിക്കുന്ന സ്ഥലമാണിത്. അതാണ് ഈ കൊട്ടത്തലച്ചി മല. ഇവിടെ കുരിശ് ചുവന്നുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ലാസ്റ്റ് എത്തി. ഇതാണ് ഇവിടെ കുരിശിൻ്റെ വഴി അവസാനിക്കുന്ന സ്ഥലം. ഇവിടെ വേറെന്തോ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അതാടി അവിടെ ചെല്ലണ്ട, നമ്മൾ അവിടെ എത്തണ്ടേ. ഇതിവിടെ ബിൽഡിങ്. എന്തേലും കുരിശിൻ്റെ വഴിക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിരിക്കും. ഫുൾ വ്യൂ ആട്ടോ കൊട്ടത്തലച്ചി. ഞങ്ങളങ്ങനെ കൊട്ടത്തലച്ചിയുടെ ടോപ്പിലെത്തി. ടോപ്പിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ കയറുമ്പോൾ നമ്മൾ മടുത്ത് പണ്ടാരടങ്ങും. നമ്മൾ ഈ ആയിരിക്കും തിരിച്ചു പോകാമെന്ന്. പക്ഷേ ഇവിടെ എത്തണം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ആ ബുദ്ധിമുട്ടി കയറിയതിനൊക്കെ ഓർത്തുണ്ടെന്ന്. കുറേ അതുപോലത്തെ വ്യൂ കേട്ടോ.
പോളി വ്യൂ എന്ന് പറഞ്ഞാൽ പോളി വ്യൂ നോക്കടി കിട്ടു, ഒരു രക്ഷയില്ല കേട്ടോ. കൊട്ടത്തലച്ചിയുടെ മോള് വശം ഏറ്റവും ടോപ്പിലുള്ള, നീ നോക്കി ആ മല വരെ ഇതിന് താഴെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കി അതിൻ്റെ ടോപ്പ് ശരിക്കും കാണാം. അതുപോലെ അത് തെരുവുമലയിലെക്കാട്ടിലും ഹൈറ്റ് ആയത് കേട്ടോ കൊട്ടത്തലച്ചി മല. ഇത് കൊട്ടത്തലച്ചി മല തന്നെ പറയാലടി. നോക്കിയേ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്ഥലം. പോളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സ്ഥലം, വേറെ ലെവല്. തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ്. പക്ഷേങ്കിൽ വരുമ്പോൾ നിങ്ങൾ വെള്ളം കൊണ്ടുവരിക, എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരിക. കാരണം അതുപോലത്തെ കയറ്റാണ്, ഭയങ്കര കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റമാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ റോഡ് മുഴുവൻ നടന്നു, ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ റോഡ് മുഴുവൻ നടന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ആ ഗട്ട് റോഡ് കയറി വരുന്നത്. അതുപോലത്തെ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ ഗട്ടറാണ്, അതുപോലത്തെ റിസ്കി വഴിയാണ് കേട്ടോ. കാണിച്ചു കൊടുത്താൽ നോക്കണേ ആ വ്യൂ, ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ വ്യൂ വേറെ ലെവലാണ് കേട്ടോ. കൊട്ടത്തലച്ചിയുടെ മോള് വശം പോളി, ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പൊള്ളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിടുക. പക്ഷേങ്കിൽ ഇവിടെ മഞ്ഞ് അധികം ഇറങ്ങിയിട്ടില്ല കേട്ടോ. മഞ്ഞ് ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്, മഞ്ഞിറങ്ങും. മഞ്ഞിറങ്ങുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെയൊക്കെ സമയമാകുമ്പം തീർച്ചയായിട്ടും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് മഞ്ഞ് നല്ലോണം ഇറങ്ങും, അത് ഉറപ്പാണ്. കാരണം ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പൈതൽ മല ആ ഒരു ടൈപ്പിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൊട്ടത്തലച്ചി മല എന്ന് പറയുന്നത് ഈ തെരുവുമലയുടെ ഒക്കെ പോലെ തന്നെ. പക്ഷെ തെരുവുമലേനെക്കാട്ടിൽ കിട്ടില്ല കേട്ടോ. ഇത് വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ. പൈതൽ മലേനെക്കാട്ടിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വല്ലാത്ത ഹൈറ്റിലാണ് ഇതുള്ളത്. പിന്നെ ഇവിടെ മഞ്ഞിറങ്ങുന്നതിൻ്റെ ആണ് ഒരു ഇത്. അപ്പം ഉച്ചയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞൊന്നും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ രാവിലെ വരിക, ഇല്ലെങ്കിൽ വൈകിട്ട് വരിക. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും ഇവിടെ. അതുപോലെ മഞ്ഞായിരിക്കും, നല്ല ചില്ലായിട്ട് ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. നമ്മളാ കയറി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടും ശരിക്കും, ആ ഒരു മഞ്ഞിൻ്റെയൊക്കെ ഇത് കിട്ടുമ്പോഴത്തേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗിൽ വരിക, ഇല്ലെങ്കിൽ ഈവനിങ്ങിൽ വരിക. ഒന്ന് കാണിച്ചു കൊടുത്തേടി ആ ഒരു വ്യൂ, ഫുള്ള് വാക്ക് റൗണ്ട് കാണിച്ചു കൊടുത്തേടി. ആ റൗണ്ട് ഒന്ന് കാണിച്ചു. പൊള്ളിയാ കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ കിട്ടുക, ഒരു രക്ഷയില്ല. അതുപോലത്തെ വ്യൂ ആണ്. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, റൗണ്ട് കാണിച്ചു കൊടുത്തേ. അതുപോലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ വ്യൂ. ഇപ്പൊ ഈ കാണുന്ന തെരുവേലെല്ലാം ഇനി മഞ്ഞ് വരും. അതൊരു ഈവനിങ് ആവണം. ഏകദേശം ഒരു 5 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഞ്ഞിറങ്ങുന്ന സ്ഥലം ഇത്. അപ്പുറം ഭാഗത്തേക്ക് നല്ലോണം മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് തണുപ്പ് അടിക്കുന്നുണ്ട്, തണുപ്പ് കിട്ടുന്നുണ്ട്. അത് മഞ്ഞിൻ്റെ ഇത് കൊണ്ടാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ഇറങ്ങും. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, അത് നോക്കടി. അതുകൊണ്ട് അവിടെ നല്ലോണം മഞ്ഞിറങ്ങിയിട്ടില്ലേ, നല്ല മഞ്ഞ് ആ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ മഞ്ഞുണ്ട്. അപ്പം ഈവനിങ് ആകുമ്പോഴത്തേക്ക് നല്ലോണം ഉണ്ടാവും. പൊളിയാ കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കേട്ടു വേറെ ലെവല് പൊളി. അപ്പം തീർച്ചയായിട്ടും വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതൊന്നും കാണാതെ പോകരുത് ഒരിക്കലും. ഇതൊന്നും കാണാതെ ജീവിതം അവസാനിപ്പിച്ച് പോകരുത് കേട്ടോ. അത്രയും കിട്ടില്ല സംഭവം, ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാ വർഷവും കുരിശിന്റെ വഴിയൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ ഇത്. ഇടുക തന്നെ മറ്റൊരു കാര്യമാണ് പറയാനുണ്ട്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മൾ ഇത്രയും റിസ്ക് എടുത്തൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ഓരോ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടി നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അതുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്പോട്ടുമായിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്പോട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ പോകുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.